യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. മടങ്ങിച്ചെന്നു എന്ന് പറയുമ്പോൾ ഗലീലയിൽ നിന്ന് യേശു കർത്താവ് യോർദാനിലേക്ക് പോയി. ആ പോയ ആളല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം യോർദാനിൽ ചെന്നു, യോഹന്നാനാൽ സ്നാനമേറ്റു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. യോർദാൻ മരണ യോർദാൻ, ആൾക്കാരെ കൊല്ലുന്ന യോർദാൻ. അവിടെ ഒരു മനുഷ്യൻ ആത്മാവിൽ നിറയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എവിടെ നിറഞ്ഞു? ശരീരത്തിലല്ല, മനസ്സിലല്ല, ആത്മാവിൽ നിറഞ്ഞു. ആദാമിന്റെ സമയത്ത് ഓഫായി പോയ ആത്മാവ് ഇവിടെ ഇതാ ഓണാകുകയാണ്. സാത്താന്റെ തലയെ തകർക്കേണ്ടവൻ, മനുഷ്യനായി വന്നവൻ. വാക്ക് ശ്രദ്ധിച്ചില്ലേ? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, പിതാവായ ദൈവം. പക്ഷെ മനുഷ്യനായ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എവിടെ നിറഞ്ഞു? യേശുവിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എപ്പോ? സ്നാനപ്പെട്ടപ്പോൾ. നമ്മളെ സംബന്ധിച്ച് സ്നാനമോ ജഡത്തിൻ്റെ, ശരീരത്തിൻ്റെ അഴുക്ക് കളയാൻ വേണ്ടി അല്ല മുങ്ങുന്നത്. നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണ്. എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഞങ്ങൾക്ക് കഴിയുകയില്ലേത്, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവത്തോട് ഒരു നല്ല മനസാക്ഷി ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ നീതീകരിക്കണമെന്നുള്ള അപേക്ഷയാണ്. അവിടെ പഴയ മനുഷ്യന്റെ അടക്കം നടക്കുകയാണ്. അങ്ങനെ ജഡത്തെ മരിക്കാനേൽപ്പിക്കുന്നു, ഫ്ലഷിനെ മരിക്കാനേൽപ്പിക്കുന്നു. അവിടെ ആത്മാവ് ജീവിക്കപ്പെടുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അടുത്തത്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഏതാത്മാവ്? പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശുവിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. നമുക്കും ഇപ്പം ആ നടപ്പ് തന്നെയാണ്, ആ നടത്തിപ്പ് തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വന്നു. ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, യേശുവിനെ പോലെ നടക്കാം. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്താ പരീക്ഷിക്കുന്ന? എന്താ പരീക്ഷ? ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ, ആത്മാവിലാണോ ജീവിക്കുന്നതെന്നുള്ള പരീക്ഷയുള്ളൂ. 40 ദിവസം പഠിച്ചവിടെ 18 നോക്കി. 40 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ യേശു കർത്താവിന് വിശന്നപ്പോൾ പരീക്ഷ. 40 ദിവസം നടന്ന പരീക്ഷയുടെ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പോലെയാണ് 3 കാര്യങ്ങൾ പറയുന്നത്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. ദൈവപുത്രൻ എങ്കിൽ. സാത്താന്റെ തലയെ തകർക്കാൻ സ്ത്രീയുടെ സന്തതിയാണ് വന്നിരിക്കുന്നത്. സാത്താൻ അതെങ്ങനെയെങ്കിലും ഒന്ന് പൊളിക്കണമെന്നുണ്ട്. പക്ഷെ യേശു പറഞ്ഞു, മനുഷ്യൻ, ഞാൻ മനുഷ്യനാണ്, അപ്പം കൊണ്ട് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാത്മാവാണ്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ശരീരമുണ്ട്. ശരീരത്തിൻ്റെ ആവശ്യം മാത്രമല്ലൊരു മനുഷ്യനുള്ളത്. അവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പിശാചിന് കാര്യം പിടികിട്ടി. ഇവൻ ഞാൻ ഇതുവരെ കണ്ടവനെ പോലെയല്ല, ഇതുവരെ കണ്ടവരെ പോലെയുമല്ല. കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇരുട്ട് വെളിച്ചമായി തുടങ്ങുകയാണ്. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും. അപ്പോൾ നീ എന്നെ നമസ്കരിച്ചാൽ എന്നുള്ളതിൻ്റെ മറുപടി മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. അതിനു മുമ്പുള്ളത് എന്താണ്? അപ്പം ഇതെല്ലാം എൻ്റേതാണ്, എനിക്ക് മനസ്സുള്ളവന് കൊടുക്കുന്നു. ഈ ക്ഷണനേരം കൊണ്ട് കാണിക്കുക. നമ്മുടെ കാര്യം എടുത്താൽ മതി. ടി വി കാണുമ്പോൾ, ഔട്ടിങ്ങിന് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ, വാർത്ത കേൾക്കുമ്പോൾ കേൾക്കുന്ന കേൾവികൾ നിങ്ങളെ ഭ്രമിപ്പിക്കുന്നുണ്ടോ? ഒരു അസ്വസ്ഥത വരുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ? ദൈവത്തിനും നമുക്കും ഇടയിലൊരു ഗ്യാപ്പ് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? അതടയാളമാണ് നമ്മൾ ആത്മാവിലല്ല. അപ്പോൾ യേശു കർത്താവിനെ പരീക്ഷിക്കാൻ സാത്താൻ ഇതെല്ലാം ചെയ്തു.
ഒന്നും നടന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ മറുപടി, ഞാൻ മനസ്സുകൊണ്ടല്ല ജീവിക്കുന്നത് എന്ന് തെളിയിച്ചിട്ട് അവൻ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ആരാധനയുടെയും വിഷയം നമുക്ക് പിന്നീട് യോഹന്നാൻ 4 കാണാം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധനയാകുന്നത് ആത്മാവിൽ ആരാധിക്കുമ്പോഴാണ്. മനസ്സിനതിൽ റോളുണ്ടോ? ഉണ്ട്. മനസ്സിലുള്ള റോള് സത്യം. ആത്മാവിൽ പുറപ്പെടുന്നത് ആരാധന. ആത്മാവിൽ ആരാധന വെളിപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക് മനസ്സ് സത്യത്താൽ നിറയും. റിവേഴ്സിൽ മനസ്സിനെ വചനത്താൽ നിറയ്ക്കുമ്പോൾ, സത്യം പരിശീലിക്കുമ്പോൾ ആത്മാവിലേക്കുള്ള ആരാധന തുറക്കപ്പെടും. പിന്നെ സാത്താൻ യേശുവിനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എവിടെ എഴുതിയിരിക്കുന്നു? സങ്കീർത്തനം 91 വചനത്തിലുണ്ടല്ലോ. വേറൊരു സുവിശേഷം, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷം, നമുക്കറിഞ്ഞുകൂടാത്ത വേറൊരു യേശു, വേറൊരു ആത്മാവ്, എല്ലാം കൊണ്ടുവരുന്നത് എവിടുന്ന്? എഴുതപ്പെട്ട വചനത്തിൽ നിന്ന്. ശരീരം കൊണ്ട് ജീവിക്കുന്നവന് അത് മതി. ശരീരത്തിന് വേണ്ടി ജീവിക്കുന്നവന്, വയറിന് വേണ്ടി ജീവിക്കുന്നവന് അത് മതി. പൗലോസ് പറഞ്ഞു, അവരുടെ ദൈവം അവരുടെ വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. എന്നാൽ ആത്മാവിൽ നടക്കുന്നവൻ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു. പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. നമുക്കും ഇതേ പരീക്ഷയാണ്. തിന്നുന്നുണ്ടോന്നോ കുടിക്കുന്നുണ്ടോന്നോ അല്ല, കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോന്നോ അല്ല, ഓടുന്നുണ്ടോ നടക്കുന്നുണ്ടോന്നോ അല്ല, ആത്മാവിലാണോ എന്നുള്ളതാണ് പരീക്ഷ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച താക്കോൽ വചനം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. ശക്തി എവിടെയാണ്? നിറഞ്ഞത് ആത്മാവിലാണ്. ശക്തി വന്നിരിക്കുകയാണ് കണ്ണിലും കാതിലും കയ്യിലും കാലിലും ശരീരത്തിൽ. അതുകൊണ്ട് അവിടെ ചെന്നിട്ട്, ആലയത്തിൽ ചെന്നിട്ട് പതിവ് പോലെ പുസ്തകമെടുത്ത് വായിച്ചു. മുമ്പ് ഇതുപോലെ ശബത്തിൽ യേശു കർത്താവ് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വ്യത്യാസമുണ്ട്. കബർനഹൂമിൽ ഇദ്ദേഹം പോയി, വലിയ വിടുതലുകൾ നടന്നു. ഇവരതേക്കുറിച്ച് കേട്ടു. അത് വെച്ചിട്ട് ഇവൻ പിതൃനഗരത്തിൽ വന്നു. ഇവൻ പതിവ് പോലെ പുസ്തകം കൊടുത്തു. ഇവൻ വായിച്ചപ്പോൾ ആള് പഴയ ആളല്ല. അവൻ പറയുന്നു, യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രന്മാരെ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത, നിങ്ങൾക്ക് സുവിശേഷം. ബദ്ധന്മാരെ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം. കുരുടന്മാരെ, നിങ്ങൾക്ക് കാഴ്ച. വിടുതൽ. കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തിട്ട്, പുസ്തകം മടക്കിയവൻ ഇനി പുസ്തകം ദൈവനാണ്. ആത്മാവെന്ന പുസ്തകം തുറക്കുകയാണ്. ആത്മാവിൻ്റെ വചനങ്ങൾ പുറപ്പെടുകയാണ്. ആ പുസ്തകം ഇതുവരെ അടഞ്ഞിട്ടില്ല. സ്പോക്കൺ വേർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവൻ അവരോട്, നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും പുകഴ്ത്തി. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യവാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അവിടം വരെ കൊള്ളായിരുന്നു. എല്ലാവരും പുകഴ്ത്തി, ആശ്ചര്യപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ജോസഫിൻ്റെ മകനല്ലേ, തച്ചൻ്റെ മകനല്ലേ? യേശു പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ തരുന്ന പുകഴ്ത്തലും മേടിച്ച് പോകാൻ വന്നവനല്ല ഞാൻ. എൻ്റെ ലക്ഷ്യം വേറെയാണ്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ട്. പ്രസംഗിക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ അത് നിങ്ങൾക്ക് വീണമിട്ടുന്നവനെ പോലെ തോന്നിയവരുണ്ട്, പാട്ട് പാടുന്നവനെ പോലെ തോന്നിയവരുണ്ട്. അതിൽ നിങ്ങൾ സന്തോഷിച്ച ആൾക്കാരുണ്ട്. എന്തിനാ ഹെരോദാവ് വരെ യോഹന്നാൻ സ്നാപകന്റെ വചനം സന്തോഷത്തോടെ കേട്ടുപോകുന്നെന്ന്? ഇതങ്ങനെയല്ല. ഈ കല്ലിന്മേൽ വീഴുന്നവനെ അത് ധൂളിയാക്കും. ഈ കല്ല് ആരുടെയെങ്കിലും മേൽ വീണാൽ അത് ധൂളിപ്പിക്കും. തമാശയില്ല ഇവിടെ. അതുകൊണ്ട് അവൻ പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുകയെന്നും നീ കഫർനഹൂമിൽ ചെയ്തതെല്ലാം നിന്റെ പിതൃനഗരത്തിൽ ചെയ്യുകയെന്നും നിങ്ങൾ എന്നോട് പറയും. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ബഹുമാനമില്ലാത്തവനാണ്. പക്ഷെ എനിക്ക് വിഷമമില്ല. ഏലിയ പ്രവാചകന്റെ കാലത്ത്
ആകാശം 3.5 വർഷം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നെങ്കിലും ബെനിഫിറ്റ് കിട്ടിയത് ജാതീയയായ ഒരു സ്ത്രീക്കാണ്. എലീശയുടെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നിട്ടും സൗഖ്യം കിട്ടിയത് സിറിയക്കാരനായ ഒരു ജാതീയനാണ്. അതുവരെ പുകഴ്ത്തിക്കൊണ്ടിരുന്നവരുടെ മുഖഭാവം മാറി. കാരണം ദൈവം മുറിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു. മുറിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, അത് മുറിച്ചാലേ സൗഖ്യം വരത്തുള്ളൂ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ മുറിവ് ഞെക്കി കഴുകിയിട്ടില്ല, മരുന്ന് വെച്ച് കെട്ടിയിട്ടില്ല. അത് ചെയ്ത് യേശു കർത്താവ് മുറിച്ചു. അതുവരെ പുകഴ്ത്തിയവര് അവരുടെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി പട്ടണം നിന്നിരുന്ന മലയുടെ അറ്റത്ത് നിന്ന് തലകീഴായിട്ട് തള്ളിത്താഴിടാൻ ശ്രമിച്ചെന്നു. കാരണം അതുവരെ അവർ പുലർത്തി വന്ന സ്പിരിച്വാലിറ്റിയെ തലകീഴായി മറിച്ചൊരുത്തൻ. അവനെ തലകീഴായിട്ട് മറിച്ചിടാൻ അവർ ശ്രമിച്ചു. അവനോ ഭയപ്പെട്ടില്ല, ഓടിയില്ല, ചങ്കൂറ്റത്തോടെ അവരുടെ നടുവിലൂടെ നടന്നുപോയി. കുന്തിക്കൊണ്ടുവന്നവരും തള്ളിക്കൊണ്ടുവന്നവരും മാറി നിൽക്കത്തക്കവണ്ണം ആത്മശക്തിയാൽ അവൻ അവരുടെ നടുവിൽ കൂടെ നടന്നുപോയി. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്, യേശു നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. തള്ളിയിടാൻ നോക്കിയവർ ഇപ്പൊ വന്നിട്ട് അവനെ തടുത്ത് ഞങ്ങളെ വിട്ടു പോകരുത്, കാരണം നേരം വെളുത്തു. പരീക്ഷയുടെ കാലമുണ്ട്, വീട്ടുകാർ തള്ളിക്കളയുന്നൊരു കാലമുണ്ട്, നാട്ടുകാർ വേണ്ടെന്ന് പറയുന്ന കാലമുണ്ട്, മതം പരിഹസിക്കുന്നൊരു കാലമുണ്ട്. പക്ഷേ നേരം വെളുക്കും. ഉദയനക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കും. നിങ്ങളുടെ സമയം വരും, നിങ്ങളുടെ ദിവസം വരും. നസ്രായൻ ചെയ്ത് തുടങ്ങിയതും അപ്പോസ്തലന്മാരാൽ ഇതുവരെ നടന്നു വന്നതും നിങ്ങൾ പൂർത്തീകരിക്കും. ഈ അന്ത്യകാല സമയത്ത് അനേകർക്ക്, ബദ്ധന്മാർക്ക് വിടുതലായി, തടവുകാർക്ക് സ്വാതന്ത്ര്യമായി, കുരുടന്മാർ കാഴ്ചയായി, ദരിദ്രന്മാർക്ക് സുവിശേഷമായി നിങ്ങൾ ശോഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കൃപയും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ആമേൻ.